എല്ലാവർക്കും എൻ്റെ ഒരു വലിയ ഹായ്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റവ കേസരിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് റവ കേസരി. അപ്പോൾ സമയം കളയണ്ട, എങ്ങനെയാണ് റവ കേസരി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കണം വെക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി മെൽറ്റായി വരണം. അപ്പോഴേക്കും അതിലേക്ക് നമ്മൾക്ക് കശുവണ്ടി, മുന്തിരിങ്ങ എന്നിവ ഇട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 10 കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അധികം ബ്രൗണൊന്നും ആവണ്ട, കുറച്ചൊന്ന് ബ്രൗൺ ആയി കിട്ടിയാൽ മതി. ഇപ്പം കണ്ടില്ലേ, കശുവണ്ടി നല്ല ബ്രൗൺ ആയി, അതുപോലെ തന്നെ ഉണക്കമുന്തിരി നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. ഇതിൽ മിച്ചം കുറച്ച് നെയ്യൊക്കെ കണ്ടില്ലേ, ഈ നെയ്യിലേക്കാണ് നമ്മളിനി റവ വറുത്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കപ്പ് റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം. അധികം ബ്രൗണൊന്നും ആവരുത്, കുറച്ചൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യുവാനായിട്ട്. വളരെ ഈസി റെസിപ്പിയാണ്, കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് മൂത്ത് വന്ന ശേഷം അതിലേക്ക് വെള്ളം തിളപ്പിച്ച് കൂടി ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചിരിക്കുന്നത്. അതുകൂടി നമുക്ക് ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വിടാതെ നന്നായിട്ട് ഇളക്കണം. നല്ല ഈ കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി നിങ്ങൾക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഇത് മെഷർമെൻറ്റ് ഇരട്ടിയാക്കി എടുത്താലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എടുത്താലും മതി. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് റവ, 1 കപ്പ് വെള്ളം. നല്ല ഈസിയാണ് ഇത് ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വെള്ളം പരുവത്തിന് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കട്ടയൊന്നും കെട്ടാൻ പാടില്ല, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ വേറെ രീതിയിൽ ഞാൻ ഈ കേസരി ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമ്മളുടെ കയ്യിൽ പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇടാവുന്നതാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ കേസരി ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങളുടെ ഈ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും. പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിന്ന് ചേർക്കാൻ പോകുന്നത് കുങ്കുമപ്പൂവാണ്. ഏകദേശം 2-3 പിഞ്ചോളം കുങ്കുമപ്പൂവ് 2 ടേബിൾ സ്പൂൺ ചെറുചൂട് പാലിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കുങ്കുമപ്പൂവ് ചെറുചൂട് പാലിൽ കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഇളകി വരും. അപ്പോൾ നല്ല ഒരു കളർ നമ്മളുടെ കേസരിക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ ആർട്ടിഫിഷ്യൽ കളറും ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഗീ എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ് വരും. നല്ലതായിട്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ നട്ട്സും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണിപ്പം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, വളരെയധികം ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ ഭയങ്കര ഡിലീഷ്യസുമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിന്ന് ബേസിക് സാഫ്രോൺ കേസരിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ സെർവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക്
എടുക്കാൻ പോവുകയാണ്. കേസരി, നമ്മളുടെ കേസരി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കേസരി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ആൽമണ്ട് പീസസ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് കാഷ്യോ ആൽമണ്ടോ എന്ത് വേണമെങ്കിലും വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ആ കുങ്കുമപ്പൂവൊക്കെ ചേർത്തതിനാൽ നല്ലൊരു യെല്ലോ കളറൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി റെഡോ അല്ലെങ്കിൽ ഓറഞ്ച് കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. കുറച്ച് റെഡ് കളർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ടിഞ്ചൊക്കെ വരും. പക്ഷേ കളറൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മൾക്ക് വയറിനൊക്കെ നല്ലത്. അതുകൊണ്ട് ഞാൻ കളർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ നവരാത്രിക്ക് ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഫാമിലിയുടെയും ഹാപ്പി നവരാത്രി ആശംസകൾ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് എഴുതി എന്നെ അറിയിക്കുക. അതുപോലെ അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി.